വാത്സല്യം സീരിയൽ. നന്ദിനി എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് രാജലക്ഷ്മി നന്ദിനിയുടെ അടുക്കിലേക്ക് വന്നു. മോളെ, എന്താണ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. അമ്മ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്കൊന്ന് പുറത്തോട്ട് പോകണം, കുറച്ച് മെറ്റീരിയൽസ് വാങ്ങണം, ബ്രഷ് മേടിക്കണമെന്ന് പറയുന്നു. അതിന് മോളെ, നമ്മുടെ ഡ്രൈവർ ഇന്ന് ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു. അത് സാരമില്ല അമ്മേ, ഞാനൊരു ഓട്ടോയിൽ പോയിട്ട് വരാമെന്ന് പറയുന്നു. അത് വേണ്ട, പോകുന്നുണ്ടെങ്കിൽ ഒരു ടാക്സി പിടിച്ച് പോയാൽ മതിയെന്ന് രാജലക്ഷ്മി നന്ദിനിയോട് പറയുന്നു. ഇത് കേട്ടുകൊണ്ടാണ് ഗിരി അകത്തോട്ട് കടന്നു വരുന്നത്. ഗിരി ചോദിക്കുന്നു, എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത്? വീട്ടിൽ വണ്ടി ഉള്ളപ്പോൾ എന്തിനാണ് ടാക്സി പിടിക്കുന്നതെന്ന് ചോദിക്കുന്നു. അത് നന്ദിനിക്കൊന്ന് പുറത്ത് പോകാനാണെന്ന് പറയുന്നു. അപ്പം നന്ദിനിക്ക് ഡ്രൈവിംഗ് അറിയില്ലേ എന്ന് ഗിരി ചോദിക്കുന്നു. ഇല്ല, അറിയില്ല. സ്കൂട്ടി ഓട്ടിക്കാനും അറിയില്ല. ഇല്ല എന്ന് പറയുന്നു. ഇവിടെ മീനാക്ഷിക്ക് മാത്രമേ സ്കൂട്ടി ഓട്ടിക്കാൻ അറിയുള്ളൂ എന്ന് പറയുന്നു. അത് പറ്റില്ല, അത് നാണക്കേടാണ്. അമ്മയ്ക്ക് അറിയില്ല, മകൾക്ക് മാത്രം അറിയാം വണ്ടി ഓട്ടിക്കാൻ. നാണക്കേടാണ്. നന്ദിനിയും പഠിച്ചിരിക്കണമെന്ന് ഗിരി പറയുന്നു. ഇത് കേട്ടിട്ട് രാജലക്ഷ്മിയും പറയുന്നു ശരിയാണെന്ന് പറയുന്നു. ഗിരി പറയുന്നു, ഞാൻ പഠിപ്പിക്കാം സ്കൂട്ടി ഓട്ടിക്കാൻ എന്ന് പറയുന്നു. നന്ദിനി വേണ്ട, പരിഭ്രമത്തോടെ വേണ്ട 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 എന്ന് പറയുന്നു. പക്ഷെ രാജലക്ഷ്മി വരുന്നില്ല. രാജലക്ഷ്മി കൈപ്പിടിച്ച് താഴെ പുറത്തോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. ഈ സമയം ഗിരി പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു. നന്ദിനിനെ വണ്ടിയിലിരുത്തി അവർ ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജയറാം അവിടെ നിന്ന് നോയിക്കൊണ്ടിരിക്കുന്നു. ജയറാം ഇത് കണ്ടിട്ട് ജയറാമിന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ജയറാമിൻ്റെ മനസ്സിൽ ഇത് കണ്ടപ്പോൾ ഓടുന്നത് പഴയ കാര്യമാണ്. കാരണം മീനാക്ഷിയുടെ അമ്മേനെ ഇങ്ങനെയാണല്ലോ വണ്ടി ഓട്ടിച്ചാണല്ലോ കരസ്ഥമാക്കിയതും എല്ലാം. അത് ജയറാമിൻ്റെ മുഖത്തോട്ട് മനസ്സിലേക്ക് എന്താണ് കടന്നു വരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ജയറാമിൻ്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ജയറാമിനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് സ്വയം മനസ്സിൽ പറയുവാണ്, ഒരു ഗാഠമായി ഇങ്ങനെ ചിരിച്ചിട്ട് മനസ്സ് ചിന്തിച്ച് പറയുവാണ്, ഇത് നിനക്കുള്ളൊരു പാഠമാടായത്. നീ ഇത് കണ്ട് നിനക്ക് വേദനിക്കണമെന്ന് മനസ്സിൽ അവർ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഗിരിയും നന്ദിനിയും കൂടെ ഡ്രൈവിങ്ങിൻ്റെ ശ്രദ്ധയിലാണ്. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ACP രാത്രിയിൽ വണ്ടിയും കൊണ്ടുവരുന്നു. അവിടെ പോലീസുകാരെ നിൽക്കുന്നു. ACPയുടെ വണ്ടിയിൽ നിന്നിറങ്ങി മറ്റു പോലീസുകാരോട് പറയുന്നു, രാത്രി പെട്രോളിംഗ് ശക്തമായിരിക്കണം, ക്രിമിനൽസ് ഒക്കെ ഉള്ള സ്ഥലമാണ്, വളരെ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിട്ട് ACP വണ്ടിയിൽ കയറി ഓട്ടിച്ച് വരുമ്പോൾ കുറേ ദൂരം കടന്നു വരുമ്പോൾ അതാ റോഡിൽ നിൽക്കുന്നു നമ്മുടെ മൈഥിലിയും വൈശാഖും കൂടെ ഒരു കടയുടെ വാതിൽ ബാഗുമായിട്ട് രണ്ടുപേരും നിൽക്കുവാണ്. ഇത് ACP കണ്ടു. ACP കണ്ട സമയം തന്നെ മൈഥിലിയും കണ്ടു. മൈഥിലി വേഗം പറയുന്നു, അതാ കാർത്തിക് എന്ന് പറയുന്നു. ഈ സമയം വൈശാഖ് മൈഥിലിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഓടുകയാണ്. ഇതിൻ്റെ പിന്നാലെ വണ്ടി വിട്ട് നമ്മുടെ ACPയും പൊക്കോണ്ടിരിക്കുവാണ്. പോയി കുറേ ദൂരം എത്തിയപ്പോൾ കിട്ടിയില്ല. അവർ വേറെ ഭാഗത്തൂടെ കടന്നു കളഞ്ഞു. ഈ മൈഥിലി വൈശാഖും കടന്നു കളഞ്ഞ റോഡിൽ കൂടെ വന്ന് നിൽക്കുന്നത് ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ വീടിന് മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. പിന്നെ പിറ്റേന്ന് കാണിക്കുന്നത് രാവിലെ IPS ഉദ്യോഗസ്ഥൻ ഈ കാർത്തികിനെ അവിടേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. ACP വന്നപ്പോൾ അവിടെ ഉണ്ട് മൈഥിലിയും വൈശാഖും ഉണ്ട്. ACPയെ കണ്ട പാടെ IPS ഉദ്യോഗസ്ഥൻ ഭയങ്കര ചൂടാവുകയാണ്. ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നു. അപ്പോഴ് കാർത്തിക് പറയുന്നു, സാർ, ഞാൻ എൻ്റെ പ്രസവിച്ച് കുഞ്ഞിനെ ഇട്ടപ്പം തന്നെ അവൾ കുഞ്ഞിനെ കൊണ്ട് കടന്നു കളഞ്ഞവളാണ് ഇവള് എന്നൊക്കെ പറയുന്നു. അന്നേരം പിന്നെ ഇവർ പറയുന്നുണ്ട് കൊല ചെയ്യാൻ വേണ്ടി ACP പിന്നാലെയാണെന്ന്. പക്ഷെ അത് പാടില്ല, നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും, അവർക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം IPS ഉദ്യോഗസ്ഥൻ മൈഥിലിയോട് പറയുന്നു, നീ ഒരു പ്രസവിച്ച കുഞ്ഞിനെ അപ്പോൾ തന്നെ കളഞ്ഞിട്ട് പോയ സ്ത്രീ, നീ ഒരു അമ്മയാണോ, ഒരു സ്ത്രീയാണോ? അവൻ്റെ ആവശ്യം കഴിയുമ്പോൾ നിന്നെ അവൻ വലിച്ചെറിയുമെന്ന് പറയുന്നു. എന്നിട്ട് IPS ഉദ്യോഗസ്ഥൻ വൈശാഖിനോട് പറയുന്നു, നിന്റെ പേരിൽ ഞാൻ ക്രിമിനൽ കേസ് എടുക്കും ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയതിന്. ഉടനെ വൈശാഖിനെ നോക്കിയിട്ട് അവൾ പറയുകയാണ്, മൈഥിലി, ഇല്ലില്ല സാർ, എന്നെ തട്ടിക്കൊണ്ട് പോയതല്ല, ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണെന്ന് പറയുന്നു. IPS ഉദ്യോഗസ്ഥന് ദേഷ്യം വന്നിട്ട്, രണ്ടും വേഗം സ്ഥലം വിട്ടോളൂ അല്ലെങ്കിൽ ഞാൻ കേസ് എടുക്കുമെന്ന് പറയുന്നു. അവർ പോകുന്നു. അതിനുശേഷം ACPയോട് ഈ IPS ഉദ്യോഗസ്ഥൻ പറയുന്നു, കാർത്തിക്, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, നിങ്ങൾ ഇവരെ മറന്നു കളഞ്ഞിട്ട് നല്ല കല്യാണം കഴിച്ച് നല്ലൊരു ജീവിതം ആഘോഷിക്കാൻ വേണ്ടി പറയുന്നു. ശരി സാറെന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ
അവർ രാജലക്ഷ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ കൈമളേട്ടൻ അങ്ങോട്ട് കടന്നു വരുന്നു. കൈമളേട്ടൻ ചോദിക്കുന്നു, എന്താ രാജലക്ഷ്മി, ഭയങ്കര പ്രാർത്ഥനയാണല്ലോ. അതെ, ഞാൻ ഭയങ്കരമായി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് അത്യാവശ്യമായ ഒരു കാര്യം വേണം, അതാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത്. എന്താണ് ഇത്ര അത്യാവശ്യമുള്ള കാര്യം? അത് നമ്മുടെ നന്ദിനി വിവാഹം കഴിച്ചു വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ മനസ്സിൽ ആഗ്രഹം പോലെ ആ കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. നന്ദിനിക്കോ കല്യാണമോ എന്നീ കൈമളട്ടൻ ചോദിക്കുന്നു. അത് എൻ്റെ നന്ദിനിക്ക് കല്യാണം കഴിച്ചാൽ പറ്റത്തില്ലേ എന്ന് ചോദിക്കുന്നു. അത് അവളുടെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുന്നു. അത് മീനാക്ഷിനെയാണ് ഉദ്ദേശിച്ചത്. അത് പറ്റത്തില്ല, അവൾ നമ്മുടെ മകളായിരുന്നാൽ മതി എന്ന് പറയുന്നു. പറ്റത്തില്ല, ഇത്രയും കാലം അവൾ എൻ്റെ മരുമകളായി ജീവിതം നശിപ്പിച്ചു കളഞ്ഞു, ഇനി അതിന് അനുവദിക്കത്തില്ല, അവളെ ഞാൻ വിവാഹം കഴിച്ചു വിടുമെന്ന് പറയുന്നു. അപ്പം വരൻ ആരാന്ന് നോക്കുമ്പോൾ ഗിരീഷാണെന്ന് പറയുന്നു. അവർ ചെറിയ പ്രായം മുതലേ അവർ അനാഥാലയത്തിൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരാ. അവനെ തന്നെ മതി, ഞാൻ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് കൈമളയായിട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇതാണ് ഇന്നത്തെ വാത്സല്യം സീരിയൽ. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാലല്ലേ എനിക്കും ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ.